സാറേ, ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആർട്ടിക്കിൾ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ്. അത് വേണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കൂടാതെ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കാമെന്ന് പറഞ്ഞു. മെക്സിക്കോ ഞങ്ങളുടെ കൂടെ ചേർന്നോളാൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ ഒരു വിസ്തൃതമായ രാജ്യമാക്കാനായിട്ട് നിശ്ചയിക്കുന്നു. മറുവശത്ത് ഡൊണാൾഡ് ട്രംപിനെതിരെ കേസ് കൊടുത്തിട്ട് കോടതി ശിക്ഷ വിധിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണ്, പക്ഷേ പ്രസിഡൻ്റ് ആകാൻ പോകുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ ശിക്ഷയൊന്നും വിധിക്കുന്നില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രതി അമേരിക്കയുടെ പ്രസിഡൻ്റ് ആകാൻ പോകുന്നു എന്ന നരേറ്റീവ് സൃഷ്ടിക്കാൻ ആരൊക്കെയോ ശ്രമിച്ചു. ഇവിടെ ആരാ ജയിക്കുന്നത്? ട്രംപോ അതോ എതിർ? അല്ല, ആരൊക്കെയോ ശ്രമിച്ചതല്ല. അങ്ങനെ ഒരു കഞ്ചക്ടർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ജോർജ് സോറോസ് ആയിരിക്കും. കാരണം ജോർജ് സോറോസ് ട്രംപിനെതിരാണ്. അതെ, അദ്ദേഹം ലിബറൽ ഡെമോക്രാറ്റ് ആണെന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. വിവിധ സാമ്പത്തിക ധനകാര്യ സ്ഥാപനങ്ങളെയും രാജ്യങ്ങളെയും വ്യാജ പ്രചരണത്തിലൂടെ തകർത്തുകൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരാൾ എങ്ങനെയാണ് ലിബറൽ ഡെമോക്രാറ്റ് ആകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ലിബറൽ ഡെമോക്രാറ്റുകൾക്കും അതറിയാം. അദ്ദേഹത്തിൻ്റെ ഇത് പറ്റുപടി പുസ്തകത്തിലെ പേരുകാരുമാണ് അതിൽ പലരും. അപ്പോൾ ട്രംപിനെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കുക എന്നുള്ളത് തുടർന്നുകൊണ്ടിരിക്കുന്ന ജോർജ് സോറസ് തുടരുന്ന അജണ്ടയുടെ ഭാഗമായിട്ടുള്ളതാണ്. ട്രംപ് കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ള കാര്യം വിശദമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഞാൻ അതിൻ്റെ രേഖകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അമേരിക്കയ്ക്ക് വിചിത്രമായ ചില ലോകനീതികളുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ബോധ്യമാകുന്നത്. ഇപ്പോൾ ഈ ജോർജ് സോറസിൻ്റെയും ലിബറൽ ഡെമോക്രാറ്റുകളുടെയും ഇടതുപക്ഷ നിരീക്ഷകരുടെയും ഒക്കെ വളരെ എന്താ പറയണ ഒരു 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 ചംച എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണല്ലോ ജോർജ് ബൈഡൻ. അതെ. ആ ജോ ബൈഡൻ ചെയ്തത് എന്താണ്? പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് സ്വന്തം മകനെ കുറ്റവിമുക്തനാക്കുക എന്നൊരു കാര്യമാണ് ചെയ്തത്. ഇത് എന്തൊരു ന്യായമാണ്? വൺ ഷുഡ് നോട്ട് ബി എ ജഡ്ജ് അഗൻസ്റ്റ് വൺ സെൽഫ്. കാരണം അവനവൻ്റെ കുറ്റത്തിനെതിരെ അവനവൻ തന്നെ, ഞാനൊരു കുറ്റം ചെയ്ത് ഞാൻ തന്നെ വിധി പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? പാടില്ലല്ലോ അത്. സാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ മകൻ്റെ കുറ്റം ഒന്നും ചർച്ച ചെയ്യാതിരിക്കാൻ ഡീപ് സ്റ്റേറ്റ് കൃത്യമായി മീഡിയയെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതെ, ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. ട്രംപിനെ മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. പക്ഷേ ട്രംപിനത് അനുകൂലമായി മാറി എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ പറയുന്നത് ഇത് ഒരു മര്യാദയല്ലല്ലോ ഇത്. അവനവൻ്റെ കേസിൽ അവനവൻ തന്നെ ജഡ്ജായിരുന്ന് അയാളെ എക്സോണറേറ്റ് ചെയ്ത് കൊടുക്കുന്ന അത്രയും ഒരു കുഴപ്പം ഇതിലുണ്ടോ? അതൊരു മോശം പ്രവണതയല്ലേ? അതെ, വല്ല സംശയമുണ്ടോ? ഇയാളെ മാത്രമല്ല, ജോ ബൈഡന് ഇഷ്ടപ്പെട്ട എല്ലാവരെയും കുറ്റവിമുക്തരാക്കി, എക്സോണറേറ്റ് ചെയ്ത് കുറ്റവിമുക്തരാക്കി ജഡ്ജ്മെൻറ്റ്, പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക അധികാരം. ഈ പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വൃത്തികേടൊക്കെ ചെയ്തതിന് ശേഷം ഇത് മഹത്തായ ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന വിധത്തിലെല്ലാം തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം, വ്യാജ നരേറ്റീവ്സ്, അതിനെ പറയണ കഞ്ചക്ടേഴ്സ് എന്നാണ്. ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത പ്രസ്താവനകളെ സത്യപ്രസ്താവനകളാണ് എന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ട്, അതാണ് കഞ്ചക്ടേഴ്സ്. ആ കഞ്ചക്ടേഴ്സിനെ നരേറ്റീവാക്കി പ്രചരിപ്പിച്ചുകൊണ്ട് നിന്നിട്ടും ട്രംപ് ജയിച്ചു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത് അയാളൊരു നാഷണലിസ്റ്റ് ആണെന്ന് അമേരിക്കൻ ജനതയ്ക്ക് തോന്നിയത് കൊണ്ടാണോ? ആണ്. അമേരിക്കൻ ജനതയുടെ അടിസ്ഥാന കാര്യം എന്ത് ലിബറലിസം പറഞ്ഞാലും അമേരിക്കയുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ഒരു ലിബറലിസവും വേണ്ട എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതാണ് ഓരോ അമേരിക്കക്കാരൻ്റെയും താല്പര്യം. അമേരിക്കയാണ് അവൻ്റെ പ്രൈമറി താല്പര്യം. അമേരിക്ക കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ആരുടെ താല്പര്യവും അവനെടുക്കും. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാണ് കാനഡയും മെക്സിക്കോയും ഒക്കെ തൻ്റെ കൂടെ വേണമെന്നും ഗ്രീൻലാൻഡ് കൂട്ടിച്ചേർക്കണമെന്നൊക്കെ ചിന്തിക്കുന്നത്? കയ്യേറ്റമല്ലേ? അല്ല, കയ്യേറ്റമല്ല. അവരെല്ലാം ചേരാൻ തയ്യാറാണെങ്കിൽ ചേരട്ടെ. അമേരിക്ക അതിൻ്റെ സ്റ്റേറ്റായിട്ട് അംഗീകരിക്കും. കാനഡയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സാമ്പത്തികമായി തകർന്നു.
സാമ്പത്തികമായിട്ട് തകർന്നു, ട്രൂഡോയ്ക്ക് നിൽക്കാൻ പറ്റില്ല, രാജിവെച്ചു. കാരണം കൈവിട്ട കളിയാണ് ട്രൂഡോ കളിച്ചത്. അതെ. പിന്നെ ഈ കാനഡയ്ക്ക് പണ്ട് മുതലൊരു ദുഷ്പേരുണ്ട്. എന്താണെന്നറിയാമോ? തീവ്രവാദ സ്വഭാവമുള്ളവർ കുടിയേറ്റി സംരക്ഷണം തേടുന്ന സ്ഥലമാണ് കാനഡ. ഖാലിസ്ഥാൻവാദികൾ വളർന്നതുകൊണ്ടാണ്. ഖാലിസ്ഥാൻവാദികൾ വളരുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുണ്ടല്ലോ, മാവോയിസ്റ്റുകൾ എന്ന, നക്സലൈറ്റുകൾ എന്നൊക്കെ പറയുന്ന, അവരൊക്കെ കാനഡയിലല്ലേ അഭയം തേടിയത്. അപ്പം എക്കാലം അത് തന്നെയായിരുന്നു. കാനഡയുടെ ഒരു പൊതുശീലം അതായിട്ട് വന്ന് അങ്ങനെ അമേരിക്കക്ക് തൊട്ടടുത്ത് കിടക്കുന്ന, ഇത് കണ്ട് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് അമേരിക്കയും കൂടി ബാധിക്കില്ലേ? അതെ, ഒന്നാമത് നുഴഞ്ഞു കയറുന്നുണ്ട് 75% ആൾക്കാരെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അമേരിക്കയുടെ താല്പര്യത്തെ ബാധിക്കും. അമേരിക്കയുടെ താല്പര്യത്തെ ബാധിക്കുന്ന യാതൊന്നും ട്രംപ് അംഗീകരിക്കില്ല. അപ്പോൾ അത് ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ഒരു ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ വിശാലമായ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് കരുതുന്നത്. അപ്പോൾ അമേരിക്കയുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ട്രംപിന് താല്പര്യങ്ങളില്ല. ജോ ബൈഡൻ അങ്ങനെയല്ല. ജോ ബൈഡന് അമേരിക്കയുടെ കാര്യത്തിലും താല്പര്യമില്ല. ഡെമോക്രാറ്റുകൾ എന്നും ഒരു പരിധി വരെ ഇറസ്പോൺസിബിൾ പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. അത് ഈ തീവ്രവാദ സ്വഭാവമുള്ളവർക്ക് അഭയം കൊടുക്കുന്ന കാര്യത്തിൽ മുതൽ ഒബാമ മഹാനായിരുന്ന ഈ കാര്യത്തിൽ അല്ലല്ലോ. ഒബാമ ഒരിക്കലും മഹാനായിരുന്നില്ല. ഡെമോക്രാറ്റുകൾക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സ്ഥിരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു കുറ്റവാളിയെ വെച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയും ഉണ്ട് അതിന് സമാനമായിട്ട് ചില കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടില്ലേ. മോദി ഇന്ത്യയുടെ നേതൃസ്ഥാനത്തേക്ക് വരും എന്ന് കരുതിയപ്പോൾ ഉടനെ തന്നെ എന്താണ്, ഗോദ്ര മോദി പോയി തീയിട്ടതാണെന്നല്ലേ പ്രചരിപ്പിച്ചത്. അതെ, എന്തൊരു വൃത്തികേടായിരുന്നത്. ഗോദ്രയിൽ നടന്ന സംഭവം തെറ്റ്, പക്ഷേ കർസേവകരാ ട്രെയിനിലിട്ട് ചുട്ടുവന്നതിനെ അപലപിക്കാതെ നിങ്ങൾ മറ്റതിനെ അപലപിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഹീറോ പരിവേഷമുള്ള ആളുകൾ ഇങ്ങനെ ഉയർന്നു വരികയാണെങ്കിൽ അതിനെ തകർക്കാൻ എന്തറ്റം വരെയും എതിർപ്പ്. കാരണം എന്ന് വെച്ചാൽ ജോർജ് സോറോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലൂയിഡ് പൊളിറ്റിക്കൽ സെറ്റപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റേ ബംഗ്ലാദേശിനെ ഒരുപാട് ശരിപ്പെടുത്തിയില്ലേ? അതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ. ബംഗ്ലാദേശിന് ഏതാണ്ട് ആ രാജ്യം ഇനി കുട്ടിച്ചോറായി മാറുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ? അതെ, ആരാ ചെയ്തത്? ജോർജ് സോറോസിൻ്റെ ഒരു പൊതുരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിലോ രാഷ്ട്രത്തിലോ ഉള്ള വിശ്വാസം തകർത്ത് ആ രാഷ്ട്രത്തിലോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിലോ അരാജകത്വം സൃഷ്ടിച്ച് അതിനെ നിശേഷമായി തകർക്കുക എന്നതാണ് ജോർജ് സോറോസിൻ്റെ രീതി. അതിനാണ് അങ്ങേര് പണം ചെലവാക്കുന്നത്. ഇതൊരു തരം മനോവൈകല്യം കൂടിയാണ്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ ട്രംപ് ഇനി 10 ദിവസത്തിനുള്ളിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ ഈ സോറോസ് അമേരിക്ക വിട്ടോടും? ഇല്ല, അമേരിക്ക വിട്ടോടില്ല. ഒന്നാമത് അയാൾക്ക് പ്രായം 94 മറ്റോട്ടെയായി. പക്ഷെ എന്നാലും അയാൾ ഇരിക്കും. കാരണം അയാളുടെ ഈ പ്രവൃത്തി, അയാൾ പഠിച്ചതൊന്നും പാടാതിരിക്കില്ല, പഠിച്ചത് പാടിക്കൊണ്ടേയിരിക്കും. പിന്നെ സോറോസിനേക്കാൾ ഹീനന്മാരാണ് സോറോസിൻ്റെ 5 ആൺമക്കളും. അപ്പോൾ അതുകൊണ്ട് അവരും ഇത് തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ സോറോസ് തുടരുന്ന അത്രയും ഭംഗിയായിട്ട് അവർക്ക് തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങൾ സ്വാഭാവികമായിട്ട് വരും. അതെങ്ങനെ വരുമെന്നുള്ള കാര്യം കണ്ടറിയണം. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിനെ ഇങ്ങനെ ഒരു പ്രതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വ്യാഖ്യാനം വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ട്രംപ് ഒരു വലിയൊരു ഇമേജ് സൃഷ്ടിക്കുമോ? അല്ല, ട്രംപ് ഇത് മൈൻഡ് ചെയ്യില്ല. അതാണ് ട്രംപിൻ്റെ സ്വഭാവം. പോയി പണി നോക്കാൻ പറയും. പോയി പണി നോക്കില്ല. ട്രംപ് എന്താണ്, ബോൾഡാണല്ലോ, വളരെ ബോൾഡായ ഒരാളാണ്. പിന്നെ ഈ ലിബറൽ ലെഫ്റ്റും ലിബറൽ ഡെമോക്രാറ്റുകളും
താൻ മഹാനാണെന്ന് പറയണമെന്ന് ട്രംപിന് അല്പം പോലും ആഗ്രഹമില്ല. ട്രംപ് അത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ശത്രുപക്ഷത്ത് ഇരിക്കുന്ന ഇപ്പോൾ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനെതിരെയൊക്കെ ഒട്ടും അനുകൂലമല്ലാത്ത നിലപാടുകൾ ട്രംപ് സ്വീകരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മെക്സിക്കോയും കാനഡയൊക്കെ കൂട്ടിച്ചേർക്കാൻ പോകുന്നു, വലിയൊരു ദ്വീപ സമൂഹത്തെ ഉൾപ്പെടുത്താൻ പോകുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ അമേരിക്കയിലെ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രാമുഖ്യമുള്ള ഒരു പ്രസിഡന്റായിട്ട് അല്ല, അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യ വിസ്തൃതി നടത്തിയ പ്രസിഡന്റ് എന്ന ഖ്യാതി ട്രംപിൽ നിക്ഷിപ്തമായിരിക്കും. കാനഡക്കാണെങ്കിൽ ഇനി വേറെ ഒരു മാർഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കനേഡിയൻ ജനത ട്രംപിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. കാരണം കൾച്ചറൽ ഡിഫറൻസ് ഇല്ല, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസ് ഇല്ല. പിന്നെ അത് തന്നെയല്ല, അമേരിക്കയുമായിട്ട് ഒത്തുകഴിഞ്ഞാൽ ആ സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറികടക്കാനും കഴിയും. പിന്നെ അത്ര വലിയ പോപ്പുലേഷനൊന്നും അവിടെ ഇല്ലല്ലോ. ഇല്ല. അപ്പം ഏറ്റവും വലിയ രാജ്യമായി മാറുകയും ചെയ്യും അല്ലേ. അമേരിക്ക വിസ്തൃതിയിൽ ഇപ്പം തന്നെ അമേരിക്ക വളരെ വിസ്തൃതമായ രാജ്യമാണ്. കുറേ കൂടി വിസ്തൃതമായ ഒരു രാജ്യമായിട്ട് മാറും. പിന്നെ അമേരിക്കക്കാരൻ്റെ ഒരു ആത്മാഭിമാനം അതുകൊണ്ട് ഉയരുകയും ചെയ്യും. കാനഡക്കാർക്കും അഭിമാനമായിരിക്കും അല്ലേ, ഞങ്ങൾ ഞങ്ങൾ അമേരിക്കയായി എന്നുള്ളതാണ്. ഞങ്ങൾ അമേരിക്കയുടെ ഭാഗമായി എന്ന് പറയുമ്പോൾ അവർക്ക് അത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മൂവാണത്. അത് വിജയിച്ചു കഴിഞ്ഞാൽ ട്രംപ് ചരിത്രത്തിൽ, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയുള്ള വ്യക്തികളിൽ ഒരാളായിട്ട് മാറും എന്നുള്ളതാണ്. ഈ ലിബറൽ ലെഫ്റ്റുകളും ലിബറൽ ഡെമോക്രാറ്റുകളും എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക രാജ്യത്തിൻ്റെ വിസ്തൃതി വളർത്തുന്ന ഒരാൾ അവരുടെ സുഹൃത്ത് തന്നെയാണ്, അവരുടെ ആരാധ്യം തന്നെയായിട്ട് മാറും. അത് അമേരിക്കയുടെ സ്വഭാവമാണ്. ആരെന്ത് ചെയ്താലും അമേരിക്കയ്ക്ക് ലാഭം കിട്ടണം എന്നുള്ളതാണല്ലോ. ലോകത്ത് യുദ്ധം ഉണ്ടായാലും അമേരിക്കയ്ക്ക് ലാഭം കിട്ടണം. ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ലാഭം അമേരിക്കക്കായിരിക്കണം. ആ അമേരിക്കൻ ലാഭത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസിഡന്റ് എന്ന അംഗീകാരം, ആ പരിഗണന തീർച്ചയായിട്ടും അമേരിക്കക്കാർ ട്രംപിന് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അമേരിക്ക ഈ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി നടപ്പിൽ വരുത്തിയ രാജ്യമാണ് അമേരിക്ക. പ്രാഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി പ്രയോജനമുള്ളത് മാത്രമാണ് സത്യം, അല്ലാത്തതൊക്കെ അസത്യം. സത്യത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന ചോദ്യത്തിന് സത്യത്തിൻ്റെ സ്വഭാവം പ്രാഗ്മാറ്റിസമാണ് എന്ന് പറഞ്ഞ രാജ്യമാണ് അമേരിക്ക. പ്രാഗ്മാറ്റിസം വളരെ മോശം വാക്കാണ്. പ്രായോഗികമായി പ്രയോജനമുള്ളത്, അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രായോഗികമായി പ്രയോജനമില്ലെങ്കിൽ അവരസത്യമാണ്. അതിൽ നിന്നാണ് യൂസ് ആൻഡ് ത്രോ എവേ എന്ന് പറയുന്ന ഒരു കൾച്ചർ അമേരിക്ക ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ആ അമേരിക്കയുടെ ലോകത്തിന് അമേരിക്ക നൽകിയ മഹത്തായ ഫിലോസഫിയിൽ നൽകിയ മഹത്തായ സംഭാവന എന്താണെന്ന് വെച്ചാൽ ഈ പ്രാഗ്മാറ്റിസമാണ്. നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഇപ്പോൾ പ്രയോജനം ഉണ്ടെങ്കിൽ അത് സത്യമാണ്, ഇല്ലെങ്കിൽ അസത്യമാണ്. അമേരിക്കയുടെ എല്ലാ നയങ്ങളെയും നിങ്ങൾ എടുത്തു നോക്കിക്കോ, ഈ പ്രാഗ്മാറ്റിസം വെച്ചുകൊണ്ടാണ് അമേരിക്ക എല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നത്, ശത്രുക്കളെ പ്രഖ്യാപിക്കുന്നത് എല്ലാം ഈ പ്രായോഗികമായ പ്രയോജനം, ആ പ്രാഗ്മാറ്റിക് ഫിലോസഫി, അത് അമേരിക്കൻ ഫിലോസഫിയാണ്. ആ പ്രാഗ്മാറ്റിക് ഫിലോസഫിയുടെ ഒരു വക്താവായിട്ടായിരിക്കും ട്രംപ് അവിടെ അവതരിക്കുക. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.